പടം നയിക്കുകയല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കാവിൽ വെച്ചറിഞ്ഞു. തൊഴാൻ തമ്പി അദ്ദേഹം ഉണ്ടായിരുന്നു. സന്തോഷിക്കാൻ ഏറെ ഉണ്ടല്ലേ? ഭർത്താവ് പടനായകനാവുക, മാർച്ചട്ടേണിന് പടം നയിക്കുക, ഒടുവിൽ വിജയം വരിച്ച് ഘോഷങ്ങളുമായി മടങ്ങി വരിക. ഇങ്ങനെ കൊതിക്കാത്ത ഏത് പെണ്ണുണ്ടി പോകുന്നിടത്ത്? ഭർത്താവിന്റെ അന്ത്യം കൊതിക്കുന്ന പെണ്ണുണ്ടോ ആ കൂട്ടത്തിൽ? തോൽക്കില്ല, ഉറപ്പാണ്. ആസ്തിയും ആൾബലവുമില്ലാത്ത മാങ്കോയ്ക്കലിനോടല്ലേ യുദ്ധം. ജയിക്കും. തോറ്റാലോ? ജയിക്കാൻ വീണ്ടും യുദ്ധങ്ങൾ ബാക്കിയുണ്ടാവും. ഒരിക്കലെങ്കിലും നിങ്ങൾ ജയിച്ചു കാണാൻ എനിക്ക് കൊതിയുണ്ട്. മുമ്പ് കളത്തിൽ നിന്നും പരാജിതനായി നടന്നു നീങ്ങിയ രൂപം എന്റെ മനസ്സിൽ മാത്രമല്ല, എല്ലാവരിലുമുണ്ട്. അത് മായ്ക്കണം. എന്റെ 1001 വിളക്കിന്റെ നേർച്ച അത് പാഴാവില്ല. വേണ്ട വേണ്ട, ഇന്ന് എനിക്ക് വ്രതമാണ്. തെറ്റിച്ചുകൂടാ. ഒപ്പം ഉറങ്ങുന്ന പെണ്ണ് വ്രതം തുടങ്ങിയിട്ട് 3 ദിവസമായി. ഇതുവരെ അറിഞ്ഞില്ലല്ലോ. യുദ്ധത്തിന്റെ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ ഈ പടനായകന്റെ പേര് ഞാൻ കേട്ടിരുന്നു. അവസാന നിമിഷം നറുക്ക് വീണില്ലെങ്കിലോ, അതുകൊണ്ട് പറഞ്ഞില്ല. ഓ, കുരുതിക്കും നറുക്ക് എല്ലാരും കൂടി അവതടുത്തത്. ഒന്നും അറിയാത്ത ഒരാളെ ഉള്ളൂടെ ഞാൻ. വിധി.
സുഭദ്ര ഇരിക്കൂ. കൊന്നോ? അതോ? എനിക്കറിയണം. കൊല്ലേണ്ടതായിരുന്നു. നിന്നെ ഓർത്ത് കൊന്നില്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തൊക്കെ കെട്ടുകഥകൾ ചമച്ചു, ഉപജാപങ്ങൾ ചെയ്തു. നിങ്ങളൊരിക്കൽ കെണിയിലൊന്നും ഞാൻ വീഴാത്തതിന് ഇത്രയും ദ്രോഹം ചെയ്യണോ? പെണ്ണിന്റെ കൊഴുത്ത മേന് കണ്ട് മതിമറക്കുന്നവനല്ല തമ്പി. ഓർമ്മയുണ്ടല്ലോ, നിനക്ക് 10 വയസ്സുള്ളപ്പോ ഞാൻ നിന്നെ മോഹിച്ചു. പിന്നൊരിക്കൽ നീ എതിർത്ത് നിന്നപ്പോ ഞാൻ ഇട്ടേച്ച് പോന്നത് നിന്റെ കരുത്തോ കരച്ചിലോ കണ്ടിട്ടല്ല, നീ വരുമെന്ന പ്രതീക്ഷയിൽ. ഇപ്പോ ഈ തന്റെ അടുത്ത് നിന്നെ കട്ടിലേക്ക് വലിച്ചിടാത്തത് എന്റെ മര്യാദ കൊണ്ടാ. ഇനി ആലോചിക്കാൻ നിനക്ക് സമയമുണ്ട്. എന്റെ പുരുഷന്റെ കൊലക്കുറി നിങ്ങൾ എടുത്തപ്പോൾ പടയിൽ ജയിച്ചു വരാൻ കാവൽ വിളക്ക് നേർന്നവളാണ് ഞാൻ. സത്യമില്ല, മാനമില്ല, ഭയമില്ല. എന്നിട്ടും രാജ്യം കൊതിക്കുന്നു. നിങ്ങൾ ഒന്നുമാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിക്കോളൂ. ക്ഷത്രിയനാകാനുള്ള മഹാദാനത്തിൽ ഇതും കൂടി ആയിക്കോട്ടെ. എനിക്കൊന്നേ അറിയണ്ടു, എന്റെ പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ? കണ്ടെത്തും വരെ ഈ തീയണയില്ല. അതിനായി സുഭദ്ര ഏത് വേഷവും കെട്ടും. ഞാനൊന്നും ആകരുതേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കേ. വരമായി ദാ നിന്റെ മാനം ഞാൻ തിരിച്ചു തരുന്നു. ഈ നേരം നിന്നോട് എനിക്ക് എന്തുമാകാം. പക്ഷേ നീ എന്റെ അടുക്കൽ വരുന്നത് വരെ വേണ്ട.